നമുക്ക് കൃഷ്ണകുമാർ തന്നെ വീണ്ടും ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. എന്തൊക്കെയാവും കൃഷ്ണകുമാറിന് അനുകൂല ഘടകമെന്നതാണ്. കൃഷ്ണകുമാർ നമുക്കറിയാം, പാലക്കാട് ബി.ജെ.പിയെ സംബന്ധിച്ച് ആ നഗരത്തിലും സാധാരണ ജനങ്ങൾക്കിടയിലും പൊതുവിലുണ്ടായിരുന്ന ഒരു ജനപിന്തുണ, ജനകീയ മുഖം, ഒരുപക്ഷെ ബി.ജെ.പി. കേന്ദ്രങ്ങൾക്ക് അപ്പുറത്തേക്ക് വോട്ട് സ്വാധീനിക്കാനുള്ള ശേഷി, അതൊക്കെ കൃഷ്ണകുമാറിന്റെ പ്രത്യേകത. അതെ, മാത്രമല്ല കൃഷ്ണകുമാർ അവിടെ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ കൃഷ്ണകുമാർ മാറിക്കൊടുത്തു എന്നേ ഉള്ളൂ. മാത്രമല്ല ബി.ജെ.പിയിലെ അവിടുത്തെ ഒരു സ്ട്രോങ് ഫേസാണ്. RSSന്റെ വലിയ പിന്തുണയുള്ള ആൾ. കാരണം സംഘപ്രവർത്തകനായി വളരെ ചെറുപ്പം തൊട്ടേ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് കൃഷ്ണകുമാർ. അതുകൂടാതെ ഈ കൃഷ്ണകുമാറിന് അവിടെ ഈ മലമ്പുഴ പോലുള്ള കഞ്ചിക്കോട് പോലുള്ള വ്യവസായ ബെൽറ്റുകളിലുള്ള പ്രവർത്തകരുമായി വലിയ ഇതുണ്ടായിരുന്നു. മാത്രമല്ല കൃഷ്ണകുമാർ ആളുകളുടെ പ്രശ്നങ്ങളിൽ പെട്ടെന്ന് ചെന്ന് ഇടപെടുകയും, സാധാരണ ഈ ബി.ജെ.പി. നേതാക്കൾ നമ്മൾ പലപ്പോഴും ഈ കാണുന്ന പോലത്തെ ഒരു വൈറ്റ് കോളർ രാഷ്ട്രീയ പ്രവർത്തകനല്ല. അദ്ദേഹം എല്ലാ ഘട്ടത്തിലും ആളുകളുടെ പ്രശ്നങ്ങൾ, അതിപ്പോൾ അവരെ ഇപ്പോൾ CPM BJP അക്രമം ഉണ്ടാകുമ്പോഴോ അല്ലാതെ അവരുടെ ആശുപത്രി, അങ്ങനെയൊക്കെ എല്ലാ മേഖലകളിലും പെട്ടെന്ന് ഓടിച്ചെന്ന് സഹായിക്കാനും ഒക്കെ മുന്നോട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ജനകീയ മുഖം ശ്രീ കൃഷ്ണകുമാറിനുണ്ട്. വിജയരാഘവന് അനുഭവ സമ്പത്തുണ്ട്. വിജയിച്ചതിൻ്റെ ഒരു മേൽക്കോയ്മ പിന്നെ ശ്രീകണ്ഠനുമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് മണ്ഡലത്തിന്റെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കൂടി പരിശോധിക്കാം. പ്രധാന പ്രചരണ വിഷയങ്ങൾ തീർച്ചയായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരും, വികസന വിഷയങ്ങൾ കടന്നു വരും, കാർഷിക മേഖലയിലെ പ്രശ്നം വരും. എനിക്ക് തോന്നുന്നു ഈ നെൽകർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ലോക്സഭാ മണ്ഡലമായി ഒരുപക്ഷെ പാലക്കാട് മാറി. അത്തരം ഘടകം കൂടിയുണ്ട്. നെൽകർഷകരുടെ സ്ഥിതി അവിടെ വളരെ പരിതാപകരമാണ്. ജലസേചനത്തെ സംബന്ധിച്ചുള്ള ഇഷ്യൂസ് ഉണ്ട്. ഒപ്പം ഈ നെല്ലിൻ്റെ പ്രശ്നം അറിയാലോ, ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ഈ കാർഷിക മേഖലയെ വലിയ തോതിൽ ബാധിക്കുന്നവരാണ്. ഒപ്പം തന്നെ ഈ മണ്ണാർക്കാട് പോലുള്ള പ്രദേശങ്ങളിൽ ഈ റബ്ബറും നാണ്യവിളകളും ഒക്കെ ധാരാളമുള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ കർഷകരുടെ അത്തരം പ്രശ്നങ്ങൾ, കോങ്ങാട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെയുള്ള മറ്റ് ഷൊർണൂറായാലും അവിടെയൊക്കെയുള്ള നെൽകൃഷി തന്നെയാണ് പ്രധാനമായും. അത്തരം കൃഷികളുടെയൊക്കെ വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചയാകും. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൽ ഇത് ഇത്രയേ ഉള്ളൂ. ബേസിക്കായി ഈ പട്ടാമ്പിയിൽ ഉണ്ടായ മേൽക്കോയ്മ 7400ഓളം വോട്ടിൻ്റെ മേൽക്കോയ്മ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ വീണ് 17,000-ന്റെ താഴോട്ട് പോയി. ഷൊർണൂരിൽ ഇത് 13,000-ന്റെ ഒരു മേൽക്കോയ്മ ഉണ്ടായിരുന്നു. ഒറ്റപ്പാലത്തിൽ 9,000-ന്റെ ഒരു കുറവ് LDFന് സംഭവിച്ചു. മലപ്പുഴയിൽ ഒരു 5,000-ന്റെ വോട്ട് നഷ്ടപ്പെട്ടു. കോങ്ങാട് 12,000 വോട്ട് നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാ മേഖലകളിലും മുന്നിട്ട് നിന്നുവെങ്കിലും വലിയ മേൽക്കൈ നഷ്ടമാകുന്ന ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇത് റിഫ്ലക്ട് ചെയ്യുമോ, സമാനമായ രീതിയിലായിരിക്കുമോ എന്നതാണ് നമുക്ക് കാണേണ്ടത്. എന്തായാലും